വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പല തരത്തിലുള്ള ചർച്ചകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭക്തജനങ്ങൾക്കറിയാം, ശ്രീമദ് ഭാഗവതം ഒരു കൽപ്പവൃക്ഷമാണ് എന്നറിയാം. ഭാഗവതത്തിൽ തന്നെ പറയുന്നു, നിഗമകൽപതരോർ ഗലിതം ഫലം സുഖമുഖാദ് അമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. അതായത് ഈ അമൃതം ഉയർന്ന ഭക്തന്മാർ ആസ്വദിക്കുന്ന ഭാഗവതമാകുന്ന അമൃതം പല തരത്തിലാണ് ഇത് ചർച്ച നടന്നിരിക്കുന്നത്. ഒരു ചർച്ച എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുഖമഹർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള ഒരു ചർച്ച. അതായത് പരീക്ഷിത്ത് രാജന് 7 ദിവസമേ ഇനി ബാക്കിയുള്ളൂ ജീവിത ദൈർഘ്യം. അപ്പോൾ സുഖമഹർഷിയെ ചെന്ന് കാണുകയും അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത്, നൈമിഷാരണ്യത്തിൽ സൂതപൗരാണികനും സൂതപൗരാണികനും മറ്റ് അവിടുത്തെ ഋഷിമാരും കൂടെ ചേർന്ന് ചോദിക്കുന്നത്. ഇത് ഇനിയൊരു ചർച്ച. പിന്നെ ഒന്ന്, അതിനകത്ത് വ്യാസമഹർഷി വേദങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി പിന്നെ 4 വേദങ്ങളെ വിഭജിച്ചു, 108 ഉപനിഷത്തുകളെ എഴുതി രചിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പുരാണങ്ങൾ 18 എഴുതി. എന്നിട്ടും വ്യാസമഹർഷിക്ക് ഒരു സംതൃപ്തി വന്നിട്ടില്ല. അപ്പം അദ്ദേഹം നാരദ മഹർഷിയെടുത്ത് ചോദിക്കുകയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം നാരദ മഹർഷി വിശദീകരണം കൊടുക്കുന്നു, ഭഗവാനെക്കുറിച്ച് അങ്ങ് എഴുതിയാൽ മാത്രമേ ഭാഗവതം അത്രയും മധുരമാവുകയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ ലീലകൾ, ഗുണകർമ്മ ലീലകളെക്കുറിച്ച് വ്യാസമഹർഷി രചിച്ച് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അത്രയും വലുതായി. അപ്പം ഭാഗവതത്തിനകത്ത് ഇങ്ങനെ 3 വ്യത്യസ്തമായ ചർച്ചകളുണ്ട്. വ്യാസനാരദ സംവാദം, നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതപൗരാണികനും ഋഷികളും തമ്മിലുള്ള സംവാദം, പിന്നെ പരീക്ഷിത്ത് രാജാവിനും സുഖമഹർഷിക്കുമുള്ള സംവാദം. ഇപ്പം ഭാഗവതം തന്നെ പറയുന്നു, പരീക്ഷിത്ത് രാജാവിനും സുഖമഹർഷിക്കുമുള്ള സംവാദമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സംവാദം. കാരണം പരീക്ഷിത്തിന് യാതൊരു ഭയവുമില്ല, മരണഭയമില്ല. 7 ദിവസത്തിൽ മരണം എന്ന് അറിഞ്ഞിട്ട് പോലും അല്പം പോലും ഭയക്കാതെ വളരെ ആവേശത്തോടെയും ആനന്ദത്തോടുകൂടെയുമാണ് അദ്ദേഹം സുഖമഹർഷിയെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മൊത്തം 7 ദിവസമാണ് ഭാഗവത ചർച്ച.
അതിൽ ഏകദേശം 4-ാം ദിവസം ആയപ്പോൾ തന്നെ ദശമസ്കന്ധം വന്നു. പിന്നെ അങ്ങോട്ട് പരീക്ഷിത്ത് ചോദ്യത്തിൻ്റെ മേലെ ചോദ്യം. കൃഷ്ണ ഭഗവാൻ തൻ്റെ 6-ാമത്തെ വയസ്സിൽ എന്താ ചെയ്തത്? 7-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? അയ്യോ, ഇത് വിട്ടുപോയല്ലോ. അങ്ങനെ ഈ കേൾക്കുന്ന ആളുടെ ഉത്സാഹം കാരണം, പരീക്ഷത്തിൻ്റെ ഉത്സാഹം കാരണം സുഖമഹർഷിയും എല്ലാം മറന്ന് ഭഗവാന്റെ ലീലകളിൽ ആറാടിക്കൊണ്ട് വിശദീകരിക്കാൻ തുടങ്ങി. അത്ര ഉത്സാഹത്തോട് ആനന്ദത്തോടുള്ള സംവാദം. പരീക്ഷത്ത് രാജാവിനും സുഖമഹർഷിക്കും നടക്കുന്ന സംവാദം മറഞ്ഞ് അവിടെ നാരദ മഹർഷി, വ്യാസൻ എല്ലാവരും അത് കേൾക്കാൻ അവിടെ വന്നു. എല്ലാവരും അതിന് സാക്ഷിയായി. അപ്പോൾ ഭാഗവതത്തിനകത്തുള്ള മറ്റ് സംവാദങ്ങളെക്കാളും ഇതാണ് ശ്രേഷ്ഠമായ സംവാദം എന്ന് ഭാഗവതം പറയുന്നു. കാരണം വളരെ യോഗ്യനായ ശ്രോതാവും വളരെ യോഗ്യനായ ആചാര്യൻ, രണ്ടുപേർക്കും ലൗകികമായി യാതൊരു ബന്ധവും വിഷമവും താല്പര്യവും ഒന്നുമില്ലാത്ത രണ്ട് വ്യക്തികളാണിവർ. അപ്പൊ ഭാഗവതത്തിന് ഈ പറയുമ്പോൾ സുഖമഹർഷി പറയുന്നു, അമലം പുരാണം, ഈ പുരാണത്തിൽ അല്പം പോലും എന്താ പറയുക, മാലിന്യങ്ങളോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. അമലം പുരാണ യത് വൈഷ്ണവാനാം പ്രിയം, കൃഷ്ണഭക്തന്മാർക്ക്, വിഷ്ണു ഭക്തന്മാർക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ആചാര്യന്മാരുടെ ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഒരേ കഥ ഭാഗവതത്തിലുമുണ്ട് മഹാഭാരതത്തിലുമുണ്ട്, ഒരേ കഥ. എന്നാൽ ഈ കഥകൾ അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ രണ്ട് പുസ്തകത്തിലുമുള്ളത്. ഉദാഹരണം, ഈ പരീക്ഷത്തിൻ്റെ കഥ തന്നെ എടുത്തോളൂ. 7 ദിവസത്തിൽ പരീക്ഷത്തിന് മരണം എന്ന് അറിഞ്ഞപ്പോൾ പരീക്ഷത്ത് മഹാരാജാവ് അല്പം പോലും ഭയമില്ലാതെ ഈ 7 ദിവസം കൊണ്ട് എങ്ങനെ ശ്രേഷ്ഠമായ അറിവ് നേടാം, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. പരമമായ ധർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എങ്ങനെ ഗ്രഹിക്കാം എന്ന് പരീക്ഷത്ത് ആലോചിച്ചിട്ട് തനിക്ക് 7 ദിവസം ഉണ്ടെന്നുള്ള യാതൊരു ഭയവും ഇല്ല. ഇപ്പം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ വലിയ ഒരു മാളിൽ, ഒരു കടയിൽ പോയി. അപ്പോൾ കടക്കാരൻ പറയാം, ഇനി നിങ്ങൾക്ക് 3 മിനിറ്റ് സമയമുണ്ട്. ഈ 3 മിനിറ്റിൽ നിങ്ങൾക്ക് എന്തെല്ലാം എടുക്കാൻ പറ്റോ അതെല്ലാം നിങ്ങളുടെ സ്വന്തം കാശ് തരണ്ട എന്നാണ് ഒരു കടക്കാരൻ പറയണമെന്ന് വെച്ചോളൂ. ഇനി 3 മിനിറ്റ് ഉണ്ട്. ഈ 3 മിനിറ്റിൽ നിങ്ങൾ എന്തൊക്കെ സാധനം എടുക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് സ്വന്തം പൈസ തരണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എത്ര എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വില പിടിപ്പുള്ള സാധനം എന്തെടുക്കാൻ പറ്റുമോ അതെടുക്കാൻ നോക്കും. അതേപോലെ ഇവിടെ പരീക്ഷത്തിന് 7 ദിവസമേ ഉള്ളൂ. സർവ്വതും മറന്ന് ഉയർന്ന ധർമ്മം, എനിക്കിനി വേറെ ഒന്നും അറിയണ്ട, ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മം അറിയണം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇതേ ലൗകികവാദികളാണെങ്കിലും ഇനി നമുക്ക് 5 ദിവസമേ ജീവിതം ഉള്ളെങ്കിൽ ഭയന്ന് പേടിച്ച് ഇനി ഞാൻ എൻ്റെ പ്രമാണം ആർക്ക് കൊടുക്കും, സമ്പത്ത് ആർക്ക് കൊടുക്കും എന്നൊക്കെ നമ്മൾ വളരെ വേവലാതിയും പാവലാതിയും ഉണ്ടാകും. അപ്പോൾ ഏറ്റവും യോഗ്യനായ ഒരു അധ്യാപകനെ അന്വേഷിക്കുകയാണ് പരീക്ഷത്ത് രാജാവ്. അപ്പോഴാണ് സുഖമഹർഷി ഗംഗാതീരത്ത് വരുന്നതും ഉടനെ അവിടെ ചെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് 7 ദിവസം കഴിഞ്ഞ ഉടനെ പരീക്ഷത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരവും ഇല്ല. ഭഗവാനെക്കുറിച്ച് കേട്ട് 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 ഉള്ളിൽ അങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കുകയാണ് പരീക്ഷത്ത്. മരണത്തിന് തയ്യാറായി. കാരണം 100% ഉറപ്പുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോകും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതേ കഥ മഹാഭാരതത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ,
7 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ പരീക്ഷിത്ത് വലിയ സമുദ്രത്തിൻ്റെ മധ്യേ വലിയ ഒരു കൊട്ടാരം കെട്ടുകയും പർവ്വതം പോലെ വലിയൊരു കൊട്ടാരം കെട്ടി അതിൽ കയറി ഒളിച്ചിരുന്നു എന്നും ആർക്കും അടുത്ത് വരാൻ പറ്റാത്ത രീതിയിൽ ഒളിച്ചിരുന്നു എന്നും ഉടനെ തക്ഷകൻ എന്ന പാമ്പ് ഒരു പഴത്തിനകത്ത് കയറി ഒളിക്കുകയും ഒരു ഋഷി ആ പഴക്കൊട്ടയെ കൊണ്ടുവന്നിട്ട് ബാസ്ക്കറ്റിനെ കൊണ്ടുവന്നിട്ട് പരീക്ഷത്തിന് സമ്മാനിക്കുകയും പരീക്ഷത്ത് എടുത്തപ്പോൾ അപ്പോൾ പുഴു പതുക്കെ വന്നിട്ട് പരീക്ഷത്തിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാണ് ഈ കഥ. അപ്പം നോക്കിക്കോളൂ, ഇത്രയും പ്രധാനപ്പെട്ട ലീല ഭാഗവതത്തിൽ ഒരുപോലെയുണ്ട്, വേറെ പോലെയുണ്ട്, മറ്റു പുരാണങ്ങളിൽ വേറെ പോലെ. ഇത്രയും ഉയർന്ന പരീക്ഷത്ത് ഒരു കൊട്ടാരമെല്ലാം പണിത് മരണത്തിനെ ഭയന്ന് ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ ഭാഗവതത്തിൽ പാണ്ഡവരുടെ സ്വർഗാരോഹണം, പാണ്ഡവരെന്ത് ചെയ്തു? ഭഗവാൻ ഭൂമിയിലിരുന്ന് തിരിച്ചുപോയി കലികാലമായി എന്ന് അറിഞ്ഞ ഉടനെ ഒരു ദിവസം കൊട്ടാരത്തിൽ ധർമ്മപുത്രർ യുധിഷ്ഠിരരും ഭീമനും ഇരുന്ന് സംസാരിക്കുക. എന്താണ്, ദ്വാരകയിൽ പോയ അർജുനനെ ഇതുവരെ കാണാനില്ലല്ലോ. ദ്വാരക വരെ ചെന്ന് യാത്ര അയച്ചു. നമുക്കൊരാളുടെ സ്നേഹം മനസ്സിലാവും എങ്ങനെയാ. ഡോറിൻ്റെ അവിടെ ഇരുന്ന് തന്നെ എന്നാൽ ശരി കാണാം എന്ന് നമ്മൾ തിരിഞ്ഞ ഉടനെ വാതിലടച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം അത്രയേ ഉള്ളൂ. ചിലർ വെളിയിൽ വന്ന് വണ്ടി വരെ വന്ന് അയച്ചു നമ്മളെ കയറ്റി വിട്ട് വാതിലൊക്കെ അടയ്ക്കും. അതിനൊക്കെ സ്നേഹം കൂടുതലാണ്. ചിലരങ്ങ് റെയിൽവേ സ്റ്റേഷൻ വരെ വന്ന് തീവണ്ടി പോകുന്നതും നോക്കി ഇങ്ങനെ കയ്യാട്ടിക്കൊണ്ടേയിരിക്കും. ആ സ്നേഹം അല്പം കൂടെ കൂടുതലാണ്. ചിലർ അവരെ വീട്ടിൽ പോയി ആക്കിത്തരും. ഈ അവസാനം കുറച്ച് ദിവസം തമാശയായിരുന്നു. എന്താ, കൃഷ്ണ ഭഗവാൻ ഹസ്തിനാപുരത്ത് വരുമ്പോൾ അർജുനൻ കൃഷ്ണ ഭഗവാനെ കൊണ്ടുപോയി അങ്ങ് ദ്വാരകയിലാക്കും. വിട്ട് യാത്ര അയക്കുന്നതാണ്. ദ്വാരകയിൽ പോയി യാത്ര അയച്ച് അവിടെ ഒരു 15-20 ദിവസം താമസിച്ചിട്ട് അർജുനൻ തിരിച്ചു വരും. അർജുനൻ തിരിച്ച് ഹസ്തിനാപുരത്ത് വരുമ്പോൾ വീണ്ടും ഭഗവാൻ അവിടെ ഇരുന്ന് ഹസ്തിനാപുരം വരെ വന്ന് അർജുനനെ യാത്ര അയച്ചിട്ട് 2 ആഴ്ച ഇവിടെ താമസിക്കും. അത് കഴിഞ്ഞ് ഭഗവാനെ തിരിച്ചയക്കാൻ അർജുനൻ വീണ്ടും ദ്വാരകയിൽ പോയി. ഇങ്ങനെയായിരുന്നു ഇവരെ യാത്ര അയക്കുക. അത്രയും സ്നേഹമാണ് യഥാർത്ഥ. അതിനകത്ത് ഒരു കാപട്യമില്ലാത്ത സ്നേഹം, പരിശുദ്ധമായ സ്നേഹം. ആ സ്നേഹത്തിനകത്ത് സ്വാർത്ഥതയില്ല. എന്നാൽ ഭൗതിക ലോകത്തിലോ എല്ലാ സ്നേഹത്തിലും കുറച്ച് സ്വാർത്ഥത ഒളിച്ചിരിപ്പുണ്ട്. എല്ലാത്തിലും നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ഇയാളെ കൂടെ ഇരുന്നാൽ ഈ വ്യക്തി ഇരുന്ന് എനിക്ക് എന്ത് പ്രയോജനം കിട്ടും? നമ്മൾ ചില സമയം ഭക്തരെടുത്ത് നാമജപം ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും അവർ നമ്മളടുത്ത് ചോദിക്കുന്നത് ജപിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? സ്വാർത്ഥരാണ്. അപ്പോൾ ഒരു ദിവസം ഭീമസേനനും ധർമ്മപുത്രരും ഇരുന്ന് അങ്ങനെ വിഷമിക്കുക. യാത്ര അയക്കാൻ പോയ അർജുനനെ ഇതുവരെ കാണാനില്ലല്ലോ, എന്താ പറ്റിയത്? ഉടനെ ധർമ്മപുത്രർ പറയാ, ഭീമാ, ഞാൻ വളരെ ഭയാനകമായ സ്വപ്നങ്ങളൊക്കെ കണ്ടു. ആകാശത്തിലിരുന്ന് ചോര വീഴുന്നതായിട്ടും മരങ്ങൾ പൊട്ടി വീഴുന്നതായിട്ടും ഭൂമി വരണ്ട് വിള്ളൽ വീഴുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. എന്തോ ദോഷം സംഭവിക്കാൻ പോവാ. അങ്ങനെ ഇവർ 2 പേരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അർജുനൻ ഓടി വരുന്നു. മാറിലടിച്ച് തലയിലടിച്ചുകൊണ്ട് ഓടി കരഞ്ഞിട്ട് വന്ന് പറയാ, ധർമ്മപുത്ര സഹോദരന്മാരെ, ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടുപോയി. ദ്വാപരയുഗം അവസാനിച്ചു. കൃഷ്ണ ഭഗവാൻ സ്വധാമത്തിൽ തൻ്റെ ലോകമായ ഗോലോകത്തേക്ക് തിരിച്ചുപോയി. നമ്മളെല്ലാവരും അനാഥകളായിപ്പോയി. നമുക്കാരും സംരക്ഷിക്കാനില്ല. ഇത്ര കാലം നമ്മുടെ തോളിൻ്റെ മേലെ കൈയിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഭഗവാൻ ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞ അർജുനൻ കരയ. അത് കേട്ട നിമിഷം ധർമ്മപുത്രർ മൗനിയായി, ഒരക്ഷരം മിണ്ടിയില്ല. തൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് മനസ്സിനെ ഉൾവലിച്ചുകൊണ്ട്
പരീക്ഷത്തിൻ്റെ, അതായത് അഭിമന്യുയുടെ മകനായ അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുയുടെ മകൻ പരീക്ഷിത്ത്, ആ പരീക്ഷത്തിനെ ചക്രവർത്തിയാക്കി സ്ഥാപിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ ധർമ്മപുത്രർ കാട്ടിലേക്ക് പോയി. വടക്കോട്ട് ബദ്രികാശ്രമത്തിൽ ചെന്ന് അവിടെ ഇരുന്ന് തപസ്യ ചെയ്ത് തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോയി. ഇത്രയേ ഭാഗവതത്തിൽ പറയുന്നുള്ളൂ. എന്നാൽ ഇതേ കഥ മഹാഭാരതത്തിൽ നോക്കിയാൽ എങ്ങനെയാണ്? ധർമ്മപുത്രർ മിണ്ടാണ്ട് അങ്ങോട്ട് ബദ്രികാശ്രമത്തിൽ നടക്കാൻ തുടങ്ങി. കൂടെ പുറകെ ഭീമൻ, ഭീമൻ്റെ പുറകെ അർജുനൻ, അർജുനൻ്റെ പുറകെ നകുല സഹദേവന്മാർ, അവരെ പുറകെ ദ്രൗപദി, അവരുടെ പുറകെ ഒരു നായ്ക്കുട്ടി. ഇതെല്ലാവരും കൂടെ ബദ്രികാശ്രമത്തിലേക്ക് പോകുന്നു. ആരോ ചിലർ കമൻറ്റ് ചെയ്യുന്നു, ശബ്ദം വ്യക്തമല്ല എന്ന്. ക്ലിയറായി കേൾക്കുന്നോ? എല്ലാവർക്കും ക്ലിയറായി കേൾക്കുന്നോ? കേൾക്കുന്നു. ഓക്കെ. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു 5 പേരായിട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ ആദ്യം ഓരോ അനുജന്മാരായിട്ട് താഴെ വീട് മരിക്കും. നകുല സഹദേവന്മാർ മരിക്കും. അത് കഴിഞ്ഞ് അർജുനൻ മരിക്കും. അർജുനൻ മരിക്കുമ്പോൾ ധർമ്മപുത്രർ പറയും, അർജുനൻ മഹാഭക്തനാണെങ്കിലും വില്ലാളി വീരനാണ് എന്ന് പറഞ്ഞൊരു മമതയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭീമൻ വീഴും. അപ്പോൾ ധർമ്മപുത്രർ പറയും, ഭീമൻ മഹാഭക്തനാണെങ്കിലും ഭക്ഷണത്തിനോട് അമിതമായ ഒരു ആസക്തി ഉണ്ടായിരുന്നു. പിന്നെ ഈ 4 സഹോദരന്മാർ നരകത്തിൽ പോകുന്നതായിട്ടും, പിന്നെ അവിടെ ചെന്ന് ധർമ്മപുത്രർ നരകത്തിലിരുന്നവരെ രക്ഷിക്കുന്നതായിട്ടുമാണ് കഥ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, ഇത്രയും മഹാഭക്തർ നരകത്തിലേക്ക് പോവോ? അപ്പം നോക്കിയാൽ എപ്പോഴും ഭാഗവതത്തിനും മഹാഭാരതത്തിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനിയൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ അവസാനം ഇവിടെ പോയി. ആ സ്ഥലത്തിൻ്റെ പേര് പ്രഭാസ തീർത്ഥം. ഗുജറാത്തിൽ സോംനാഥ് വെരാവൽ എന്ന സ്ഥലത്താണ് ഈ പ്രഭാസ തീർത്ഥമുള്ളത്. ഈ പ്രഭാസ തീർത്ഥത്തിൽ പോയ ഭഗവാൻ അവിടെ ഒരു വലിയ ആലിൻ്റെ ചോട്ടിൽ കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ട് അങ്ങനെ വിശ്രമിക്കും. ആ സമയത്ത് ഉദ്ധവരും മൈത്രേയ മഹർഷിയും അങ്ങ് വരും. ഉദ്ധവർ വന്ന് ഭഗവാനെ ശരണം പ്രാപിച്ച്, ഭഗവാനെ ദ്വാപരയുഗം അവസാനിക്കാനുള്ള സമയമായി, അങ്ങ് ഈ ലീലകളെല്ലാം അവസാനിപ്പിച്ച് സ്വധാമത്തിൽ പോകും എന്നെനിക്ക് മനസ്സിലായി, എനിക്ക് എന്തെങ്കിലും അവസാനത്തെ ഉപദേശങ്ങൾ തരണം എന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഭഗവാൻ മറുപടി പറഞ്ഞു. അതാണ് ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം, ഏകാദശി സ്കന്ധം. ഉദ്ധവർ പല ചോദ്യം ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, നാമസങ്കീർത്തനം കലികാലത്തിൽ വളരെ പ്രധാനം. അത് ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെടും, അത് ചെയ്യാത്തവരെല്ലാം ബുദ്ധിമുട്ടിൽ കുടുങ്ങും. നാമസങ്കീർത്തനം, സ്ത്രീകളെ സംരക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം, വൃദ്ധന്മാരെ, മൃഗങ്ങളെ സംരക്ഷിക്കണം. ഇങ്ങനെ കുറേ ഉപദേശം ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഉദ്ധവർ പോയതിന് ശേഷം ഇങ്ങനെ 2 കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ട് ആലിൻ്റെ ചോട്ടിൽ കിടക്കും. അപ്പോൾ ദൂരെ ഒരു വേടനുണ്ടായിരുന്നു, അവൻ്റെ പേര് ജര. അവൻ ഭഗവാന്റെ താമര പോലത്തെ പാദം, ഭഗവാന്റെ പാദമൊക്കെ പറയുന്നു ഭാഗവതം നല്ല മൃദുലമായതും പിങ്ക് റോസ്, അതായത് ബേബി പിങ്ക് എന്നൊക്കെ നമ്മളൊരു നിറത്തിനെ പറയൂലേ, അതുപോലെ താമര ഇതളുടെ നിറമാണ്. അപ്പോൾ ഈ ജര എന്ന് പറയുന്ന വേടൻ ഒരു ഹംസമാണ്, ഒരു അരയന്നമാണെന്ന് വിചാരിച്ചിട്ട് അമ്പ് ചെയ്തു. ആ അമ്പ് വന്ന് കാലിൽ കൊണ്ടു, ഭഗവാന്റെ കാലിൽ കൊണ്ടു. അപ്പം ജര ഓടി വന്ന് പക്ഷി എടുക്കാൻ വന്നപ്പോൾ, അയ്യോ സർവേശ്വരൻ, ഭഗവാന്റെ കാലിലല്ലേ ഞാൻ അമ്പ് ചെയ്തത്. തലയിലടിച്ച് മാറിലടിച്ച് നില വിളിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. ഭഗവാൻ സമാധാനിപ്പിച്ചു, ജര നീ ഒന്നും വിഷമിക്കണ്ട, ഈ ലീല അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറായി, നീ അതിനൊരു കാരണമായി. ഇതിനെ ഞാൻ സേവയായിട്ടാണ് കരുതുന്നത്, നീ എന്നെ കൊന്നു എന്നാരും പറയില്ല.
നീ ചെയ്തത് ഒരു സേവയാണ്. അതുകൊണ്ട് ജര, ഇക്ഷണമേ നിനക്ക് ഞാൻ മോക്ഷം തരാം എന്ന് പറഞ്ഞ് ജരയ്ക്ക് അങ്ങ് മോക്ഷം കൊടുക്കും. ഭഗവാൻ എന്ത് ചെയ്യും? 4 കൈകൾ, ശംഖചക്ര ഗദാപദ്മം. ഈ ഓരോ കയ്യിലുള്ള ശംഖും ചക്രവും, സുദർശന ചക്രവും, പിന്നെ പാഞ്ചജന്യവും താമരയും ഗദയൊക്കെ ഓരോ നാരായണമൂർത്തിയുടെ രൂപമെടുക്കും. അങ്ങനെ ഭഗവാൻ നടുക്ക് ഇവർ 4 പേരും ചുറ്റിയും, ശംഖചക്ര ഗദാപദ്മം 4ഉം ചുറ്റിയും 5 പേരായിട്ട് ഈ ലോകത്തിരുന്ന് അങ്ങനെ മേലെ ഉയരും. ഉടനെ സരസ്വതി അവരെല്ലാം വന്ന് കാണും. സരസ്വതി വീണ വായിച്ച് സ്തുതിക്കുകയും മഹാദേവൻ തൻ്റെ ഡമരു അടിച്ച് കീർത്തനം പാടുകയും എല്ലാം നൃത്തം വയ്ക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ കൺമുമ്പേ 5 പേരായിട്ട് ഭഗവാൻ തിരിച്ച് തൻ്റെ സ്വധാമമായ ഗോലോകത്തിലേക്ക് പോയി. ഇത് ഭാഗവതം. ഇതേ കഥ മഹാഭാരതത്തിൽ നോക്കിയാൽ എങ്ങനെയാ? നമ്മൾ മനുഷ്യർ മരിക്കുന്നത് പോലെ ഭഗവാൻ ഒരു ശരീരവും വിട്ടു. ഉടനെ അർജുനൻ വന്ന് കരഞ്ഞ് നിലവിളിച്ച് ആ ശരീരത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു ചോദ്യം, നമ്മളെപ്പോലെ ഭഗവാന് ശരീരമുണ്ടോ? ഇല്ല. ഗീത എന്താ പറയുന്നത്? ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമിതി സോ അർജുന. ഭഗവാന് ജനനവുമില്ല, ഭഗവാന് മരണവുമില്ല, ഭഗവാന് ലൗകികമായി നമ്മളെപ്പോലെ ശരീരവും ഇല്ല. അപ്പം എന്തിനാണ് പുരാണങ്ങളിൽ ഇങ്ങനെ കഥ മാറ്റി മാറ്റി പറയുന്നത്? ഇപ്പം 3 കഥയാണ് നമ്മൾ ഉദാഹരണമായി നോക്കിയത്. ഒന്ന് പരീക്ഷിത്ത് ഭാഗവതമനുസരിച്ച് സുഖമഹർഷിയുടെ നിന്ന് ഭാഗവതം കേട്ടു ഗംഗാതീരത്ത് ശരീരം വിടാൻ തയ്യാറായി. എന്നാൽ ഇതേ കഥ മറ്റു പുരാണങ്ങളിൽ പരീക്ഷിത്ത് ഭയന്ന് സമുദ്രത്തിലൊരു വലിയ കൊട്ടാരം ഉണ്ടാക്കി ആർക്കും വരാൻ പറ്റാത്ത ആ കൊട്ടാരത്തിൽ കയറി ഒളിച്ചിരുന്നു. അപ്പം തക്ഷകൻ ഒരു പുഴുവായി പഴത്തിനകത്ത് കയറി വന്ന് കൊന്നു. പുരാണങ്ങളിൽ വേറെ പോലെ. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? ഭഗവാൻ തിരിച്ചു പോകുന്നു. 3 ഞാൻ പറഞ്ഞു. ഒന്ന് സുഖമഹർഷിയുടെ പരീക്ഷത്തിൻ്റെ മരണം. രണ്ടാമത്തത് ഏതാണ്? പെട്ടെന്ന് ഓർക്കുന്നില്ല. 3 ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് ഭഗവാൻ സ്വധാമത്തിൽ പോകുന്നത്. ഭഗവാൻ സ്വധാമത്തിൽ ഭാഗവതത്തിൽ പറയുന്ന 5 ശരീരം എടുത്ത് 5 രൂപം എടുത്തിട്ട് 5 പേരായിട്ട് പോകുന്നത് ദേവഗണങ്ങൾ, ബ്രഹ്മാവ്, മഹാദേവൻ എല്ലാവരും കണ്ടു. എന്നാൽ അതേ കഥ മഹാഭാരതത്തിൽ ഭഗവാൻ ഒരു ശരീരം വിട്ടു, അർജുനൻ ആ ശരീരത്തിന് കർമ്മം ചെയ്തു. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? പാണ്ഡവർ തിരിച്ചു പോയത്. അവരെല്ലാം ബദ്രികാശ്രമത്തിൽ ചെന്ന് ധ്യാനം ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ ലോകത്ത് പോയി. എന്നാൽ മഹാഭാരതം എന്ത് പറയുന്നു? ഓരോരുത്തരായിട്ട് നടന്നു പോകുകയും വഴിയിൽ വീണ് അവർ നരകത്തിൽ ചെന്ന് കഷ്ടപ്പെടുകയും ധർമ്മപുത്രർ നരകത്തിൽ ചെന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് പോകും. ഒരേ കഥ ഭാഗവതത്തിലൊരുപോലെ, മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലും വേറെയായിട്ട്. എന്താണ് ഇതിന് കാരണം? എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അതും ഭാഗവതം തന്നെ വിശദീകരണം കൊടുക്കുന്നു. ഭാഗവതം അമലം പുരാണ മുമുക്ഷുഭികൾക്ക് വേണ്ടി ഉള്ളതാണ്. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികഭുവി ഭാവുകാഃ. പരിശുദ്ധരായ ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഭൗതിക ലോകത്തിൽ ഒരു ആഗ്രഹവും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഭാഗവതം. ധർമ്മപ്രോജിത കൈതവോ അത്ര പരമോ നിർമത്സരാനാം സതാം. അസൂയേ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഭാഗവതം. ഇതാ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇത്ര ആൾക്കാരുണ്ട്. നമുക്ക് അസൂയ ഉണ്ടോ ഇല്ലേ? എല്ലാവർക്കും കാണും. ചെറുതും വലുതുമായിട്ട് നമുക്ക് എല്ലാവർക്കും അസൂയുണ്ട്. എന്നാൽ ഭാഗവതം പറയുന്നു നിർമത്സരാനാം സതാം. അസൂയ അല്പം പോലും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഭാഗവതം.
അപ്പോൾ എന്താ പറയുക, ഒരു ഹൈ ക്ലാസ് ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, 90%, 99%, 100% എടുക്കുന്നവർക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു വിദ്യാലയം. അവിടെ 98, 99, 100 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ മറ്റുള്ള കുട്ടികൾ പഠിക്കേണ്ടേ? അപ്പം അവർക്കും വേറെ വിദ്യാലയം വേണമല്ലോ. അങ്ങനെയാണ് പുരാണങ്ങളും മഹാഭാരതവും. സ്ത്രീയോ വൈശ്യ ദ്വിജബന്ധൂനാം. അപ്പം മഹാഭാരതം ആർക്ക് വേണ്ടിയാണ്? അല്പം ഭൗതിക ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക്, ഇമോഷനായിട്ട് വികാരഭരിതരായി ചിന്തിക്കുന്നവർക്ക്, കുറച്ച് യോഗ്യത കുറഞ്ഞവർക്ക്, അവർക്ക് വേണ്ടി മഹാഭാരതം. അപ്പം മഹാഭാരതം പറയുമ്പോൾ പരിശുദ്ധരെ കിട്ടാത്തത് കൊണ്ട് ഭഗവാൻ അവിടെ എന്ത് ചെയ്തു? വ്യാസമഹർഷി കുറച്ച് മസാല അങ്ങ് ചേർത്തു. ഇപ്പൊ ശുദ്ധമായ സാത്വികമായ ഭക്ഷണം, എരിയില്ല, പുളിയില്ല, എല്ലാം മിതമായ ഭക്ഷണം നമുക്കിഷ്ടപ്പെടോ? 2 ദിവസം കഴിയുമ്പോൾ നാവ് ചത്തുപോകും. അപ്പോൾ കുറച്ച് എരിയും പുളിയൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്തു? മഹാഭാരതത്തിൽ അല്പം എരിയും പുളിയൊക്കെ ഉണ്ട്. അതേ കഥ കുറച്ച് മസാല ചേർത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും അന്തിമമായി എടുക്കേണ്ടത് ഏതാണ്? ശ്രീമദ് ഭാഗവതം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം മാലിന്യമേ ഇല്ലാത്ത പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ഇപ്പം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ ഈ കൂടിയിരിക്കുന്ന ഭക്തരെല്ലാം നന്നായിട്ട് നാമജപം ചെയ്യണം. അത് കൂട്ടിക്കൂട്ടി 16 മാല കൊണ്ടുവരണം. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഗീതയും ഭാഗവതവും ശരിക്കും വായിച്ച് പഠിക്കണം. അതും പ്രഭുപാദരെ പോലെ മഹാ ആചാര്യന്മാർ എഴുതിയ വ്യാഖ്യാനം തന്നെ പഠിക്കണം. വേറെ എന്തെങ്കിലും പഠിച്ചാലേ തലതിരിഞ്ഞു പോകും. ഞാനൊരു വലിയ പ്രാസംഗികൻ്റെ രാമായണം കേട്ടു. അപ്പം അദ്ദേഹം പറയാ, രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിമായണം എന്നാണ്. രാ എന്ന് വെച്ചാൽ രാത്രി, ഇരുട്ട്, അന്ധകാരം. മായണം, അതില്ലാണ്ടാവണം. അപ്പം രാമായണം വായിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഇരുട്ടെല്ലാം പോയി പ്രകാശം വരും. കേൾക്കാൻ നല്ല സുഖമുണ്ട്, കാരണം പറയണത് കുറേ ശരിയൊക്കെയാണ്. എന്നാൽ അങ്ങനെ ഒരു വിശദീകരണം രാമായണത്തിലില്ല. നല്ല രസമാണെങ്കിൽ പോലും അങ്ങനെ ഒന്ന് രാമായണത്തിലില്ല. അതുകൊണ്ട് ശരിക്കുമുള്ള യഥാരൂപം തരുന്ന ആചാര്യന്മാരിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കണം. മാത്രമല്ല ഇത് വൈശാഖ മാസമാണ്. എല്ലാവർക്കും വൈശാഖ മാസ അഭിനന്ദനങ്ങൾ.